വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളി. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പ്രതിപക്ഷ അംഗങ്ങളിൽ രണ്ടുപേരും മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. കമ്മിറ്റിക്കിടയിൽ പ്രസിഡന്റിനെതിരെ പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചത് പ്രകോപനത്തിന് കാരണമായി. തുടർന്ന് ഇരുപക്ഷവും ഏറ്റുമുട്ടുകയായിരുന്നു. വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഏതാനും നാളുകളായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച തർക്കം രൂക്ഷമായിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. ഇതിനിടയിൽ പ്രതിപക്ഷ അംഗമായ CPIയിലെ സിജി ചാക്കോ പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷവും നിലപാട് സ്വീകരിച്ചതോടുകൂടി വാക്കേറ്റവും തുടർന്ന് കയ്യാങ്കളിയിലുമെത്തി. പ്രസിഡന്റ് ആൻസി തോമസിന്റെ വസ്ത്രം പ്രതിപക്ഷ അംഗം സിജി ചാക്കോ വലിച്ചഴിക്കുവാൻ ശ്രമിച്ചു എന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. നീ ആരുടെ പറയാ, നിന്നെ കൊണ്ട് ഇവിടെ ഫലിപ്പിക്കില്ലാതെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പുറത്തിറങ്ങി പോകാം, കമ്മിറ്റിയിലിരുന്ന് വെള്ളം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞപ്പോ നീ ആരുടെ പറയാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എനിക്കിട്ട് അടിക്കാൻ എന്റെ സാരി വലിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ ഇറങ്ങി നിങ്ങൾക്ക് ഇറങ്ങിപ്പോയി വെള്ളം ഉണ്ടാക്കല്ലേ, കമ്മിറ്റി വെള്ളം ഉണ്ടാക്കല്ലേ എന്നും പറഞ്ഞ് ഇറങ്ങി ചെന്നപ്പോഴാണ് ഇവര് എന്നെ വിക്കലിട്ട് അടിക്കുകയും എന്റെ സാരി വലിച്ചു കുറച്ച് സാരി ഇവിടെ കീറിയിരിക്കുക. സാരി സഹിതം വലിച്ചു കുറച്ച് ഞാൻ പിന്നെ ഇവിടെ പോയി എന്നാണ് എന്റെ സാരി കുത്തിയത്. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് സാരി വലിച്ചു കൊടുക്കാൻ പറഞ്ഞ ഒരു പ്രതിപക്ഷ മെമ്പർ ചെയ്യുന്ന ഏറ്റവും ജനാധിപത്യത്തിന് നിരക്കാത്ത രീതിയിലാണ് ഒരു കമ്മിറ്റിയിൽ അസഭ്യം. ഇത് തടയുവാൻ ശ്രമിച്ച വൈസ് പ്രസിഡന്റ് സെലിം വിൽസനെ പ്രതിപക്ഷ വനിതാംഗം പ്രഭാ തങ്കച്ചൻ മർദ്ദിച്ചെന്നും പറയുന്നു. എന്നാൽ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ യാതൊരു കാരണവും കൂടാതെ പ്രസിഡന്റ് തന്റെ കവലത്തടിച്ചതായി പ്രതിപക്ഷാംഗം സിജി ചാക്കോയും പറയുന്നു. ഞങ്ങളുടെ സീറ്റിൽ തന്നെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവര് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും റിൻസിയും അവരുടെ സിബി മത്തായി ഉൾപ്പെടെ UDF മെമ്പർമാരെല്ലാവരും കൂടെ കൂടി പാഞ്ഞ് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് എന്നെയും പ്രഭാ തങ്കച്ചനെയും മർദ്ദിക്കുകയാണ് ഉണ്ടായത്. പ്രസിഡന്റ് ആൻസി തോമസ്, വൈസ് പ്രസിഡന്റ് സെലിം വിൽസൺ, പ്രതിപക്ഷ അംഗങ്ങളായ സിജി ചാക്കോ, പ്രഭാ തങ്കച്ചൻ എന്നിവരാണ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് വൻ പോലീസ് നിരീക്ഷണത്തിലാണ് ജനപ്രതിനിധികൾ ചികിത്സയിൽ തുടരുന്നത്. എന്നാൽ പരിക്കുകൾ വ്യാജമാണെന്ന് ഇരു വിഭാഗവും പരസ്പരം ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ചെറുതോണി ടൗണിൽ പ്രകടനം നടത്തി. സംഭവം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.